ഹായ് ഫ്രണ്ട്സ്, പോക്കറ്റ് മണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓൺലൈൻ ജോബുമായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് എല്ലാവർക്കും വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിലുള്ള ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ആപ്പിലൂടെയാണ് നമ്മൾ ഇന്നത്തെ വർക്ക് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഇന്ന് തന്നെ 141 രൂപ ഏൺ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലൻ പ്ലാറ്റ്ഫോമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വർക്കെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഏതൊരു വ്യക്തികൾക്കും ഈ ഒരു ആപ്പിലൂടെ വർക്ക് ചെയ്യാനും നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്പിലൂടെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനകത്തൂടെ ഏൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയാണ് ഈ ഒരു ജോബ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്പിലൂടെയാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ട് വരിക. പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ബനാന ബഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബനാന ബഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ആപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലോഗോയും പേരും എല്ലാം കറക്റ്റായിട്ട് വായിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആപ്പിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യുന്നുണ്ട്. പേയ്മെൻറ്റ് കാര്യങ്ങളിനകത്തൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു പോകുന്ന ഒരു നല്ലൊരു ആപ്പാണ് ബനാന ബഗ്സ്. അപ്പോൾ നല്ലൊരു തുക നിങ്ങൾക്ക് ഇതിനകത്തൂടെ തന്നെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് ഓപ്പൺ ആക്കാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ആപ്പിലേക്ക് പോകാം. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. നിങ്ങൾക്ക് സൈനപ്പിൻ്റെ പ്രൊസീജിയർ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്കിത് സൈനപ്പ് ചെയ്യാം. ഫോണിൽ ഏതെങ്കിലും ഒരു സെക്കൻഡറി ഇമെയിൽ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഒരു പാസ്വേഡും കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ IDയുടെ പാസ്വേഡ് അല്ല, ഇത് ഈ ആപ്പിലേക്ക് കയറാനുള്ള പാസ്വേഡാണ് അവർ ചോദിക്കുന്നത്. പാസ്വേഡ് ഇമെയിൽ IDയും എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. ചില സമയത്ത് നമ്മളെടുക്കെ വീണ്ടും ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കയറാൻ പറയും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സർവേ ആയിരിക്കും വരുന്നത്. പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓണായിട്ടുള്ള, അതായത് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാക്സിമം 18 വയസ്സിന് മുകളിൽ വരുന്ന പോലത്തെ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് നമുക്ക് സർവേ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത് കൊടുത്തില്ലെങ്കിൽ അല്ല കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കൊടുക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ബുക്കിലോ വല്ലതും ഒന്ന് എഴുതി വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്കിതിനകത്ത് നമ്മൾ പ്രൊഫൈൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള സർവേ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനകത്തൊരു 20 വയസ്സ് കൊടുത്തിട്ട് പിന്നെ അടുത്ത സർവേ ഒക്കെ വരുമ്പോൾ നിങ്ങളൊരു 24 അങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് സർവേ വരുമ്പോൾ അതിൽ ക്വാളിഫൈ ആകാനുള്ള ചാൻസ് കുറയും. അതുകൊണ്ടാണ് അതൊന്ന് എഴുതി വെക്കാൻ പറയുന്നത്. പിന്നെ വേറെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല. നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ആ ഒരു സർവേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് $1 കിട്ടുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി പോളും കൂടെ ഓപ്പൺ ആയിട്ട് വരും. എൻ്റെ ഡെയിലി പോൾ ഇപ്പോൾ ലോക്കാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഡെയിലി പോൾ ഓപ്പണായി കിട്ടുന്നത്. ആ ഡെയിലി പോളും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 141 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു ആപ്പിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് ഒരുപാട് സർവേ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇതുപോലെ ഇൻ്റർഫേസിൽ വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സർവേകളൊക്കെ ചെയ്യുക. ഇതിനകത്തൊന്ന് മാക്സിമം ഏൺ ചെയ്യുക. അപ്പോൾ എപ്പോഴും ഇതിനകത്ത് സർവേ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ സർവേ വരുമ്പോൾ തന്നെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ സർവേകളൊക്കെ എപ്പോഴും തീർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വരുമ്പോൾ തന്നെ അത് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇതിനകത്ത് $5 മുതലാണ് വിഡ്രോ വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ വിഡ്രോ തൊട്ടപ്പുറത്ത് തന്നെ വാലറ്റ് ഇത് കാണാൻ പറ്റും. അതിൽ മേളിൽ ആ ഡോളറിൻ്റെ ചിഹ്നത്തിൽ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് വിഡ്രോയുടെ ഇത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് $5 മുതലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഈ $5 നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് ഏൺ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് ഒരുപാട് സർവേസ് വരുന്നുണ്ട്. ഇതിനകത്ത് വേറെ നമുക്ക് വർക്കും കാര്യങ്ങളൊന്നുമില്ല, സർവേ തന്നെയാണുള്ളത്. അപ്പോൾ മാക്സിമം ഏൺ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു തുകയാകുമ്പോൾ ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് വർക്കും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വിഡ്രോ ചെയ്യുന്നത് പേയ്പാൽ ത്രൂ ആണ്. പേയ്പാൽ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലത്തെ ഓൺലൈൻ ജോബ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഡ്രോ വരുന്നത് മിക്കവാറും എല്ലാ ആപ്സിലും, അതുപോലെ തന്നെ മിക്കവാറും നമ്മളെ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും പേയ്പാലാണ് കൂടുതലായിട്ടും വരാറുള്ളത്. ഇപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഗൂഗിൾ പേ ഒക്കെ വരുന്നുണ്ട്. എന്നാലും കുറേ ഇതിലും നമുക്ക് പേയ്പാലാണ് കാണാൻ പറ്റുന്നത്. പേയ്പാൽ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെ നമുക്ക് ട്രസ്റ്റബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അതൊരു ആപ്പായിട്ടും പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതൊരു സൈറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മണി ട്രാൻസ്ഫറിന് ഭയങ്കരമായിട്ട് ട്രസ്റ്റബിളായിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് പേയ്പാൽ. അപ്പോൾ പേയ്പാൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനകത്തുനിന്ന് വർക്ക് ചെയ്ത് ഇതിനകത്തുനിന്ന് വിഡ്രോ ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം.